കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സംസ്ഥാന ബിജെപിക്കുള്ളിൽ ആശയക്കുഴപ്പം. കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയുമായി ബിജെപിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപി ഫ്ലെക്സിൽ ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാക്കി. രണ്ട് പതാകകളെയും ബഹുമാനിക്കുന്നു എന്നാണ് ബിജെപിയുടെ വിശദീകരണം. ഗവർണർ ഉയർത്തിവിട്ട ഭാരതാംബ ചിത്ര വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട ബിജെപിക്ക് പക്ഷേ ചിത്രത്തെ ചൊല്ലി ആശയക്കുഴപ്പം. ബിജെപി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്ററിലെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിക്ക് പകരം ത്രിവർണ്ണ പതാക, അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷം. സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ വീണ്ടും കാവിക്കൊടിയേന്തിയ ഭാരതാംബ. പതാകയെ ചൊല്ലി ബിജെപിക്ക് ആശയക്കുഴപ്പമില്ലെന്ന് വി മുരളീധരൻ. ചങ്കിൽ ചൈനയുള്ളവരാണ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ എതിർക്കുന്നതെന്നും വിമർശനം. ബിജെപിക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. ബിജെപി ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വ്യാമോഹമാണ് CPIM-നെന്ന് കെ സുരേന്ദ്രൻ. ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാം എന്നുള്ള വ്യാമോഹമാണ് LDF മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.